ഞങ്ങളുടെ ഇവിടെ ഒ പിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസാണ് മെലാസ്മ. ഈ മെലാസ്മ അതായത് കരിമംഗല്യം, ഇത് ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ് ഫേസിൽ വരുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരിക. സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത്. കൂടുതലായും ഈ മെനോപോസ് ടൈമിലാണ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അത് ഫേസിൻ്റെ ഈ ചീക്ക്, നേസൽ ആൻഡ് ഫോർഹെഡ് ഈ ഭാഗത്താണ് കൂടുതലായി കണ്ടുവരുന്നത്. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും സണ്ണിൻ്റെ ഡയറക്റ്റ് എക്സ്പോഷർ കൊണ്ടും മെലാസ്മ വരാറുണ്ട്. ചില ആളുകൾ ഹെറിഡിറ്ററി ആയിട്ടും മെലാസ്മ കാണാറുണ്ട്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? യൂഷ്വലി നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പീൽസാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള പീൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിനിക്സിൽ നമ്മൾ ഒരുപാട് പേഷ്യൻസിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടും ഉള്ള പീൽസ് അവൈലബിൾ ആണ്. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്. PRP, GFC പോലത്തെ ഇഞ്ചെക്ഷൻസും കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഇതോടൊപ്പം സ്ഥിരമായി ഈ വരുന്ന പേഷ്യൻസ്, അതായത് മെലാസ്മ ഉള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യേണ്ട സൺസ്ക്രീനാണ്. അത് മസ്റ്റായിട്ടും മുടങ്ങാതെ യൂസ് ചെയ്യുന്ന റീഅപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഇതോടൊപ്പം തന്നെ വളരെ കൂടുതലായിട്ടുള്ള മെലാസ്മയാണെങ്കിൽ ഒരു ചെറിയ കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ്സും അവർക്ക് കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് മെലാസ്മ കുറച്ച് കൊണ്ടുവന്നാലും അതിനെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഡെയിലി സൺസ്ക്രീൻ മസ്റ്റാണ്. അതോടൊപ്പം അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള സെറംസും ഡെയിലി അപ്ലൈ ചെയ്യണം.